Hallelujah. വത്സരനേഷു മഹേശനെ ശാശ്വതമേ തിരുനാമം ശാശ്വതമേ തിരുനാമം ആശ്രിത വത്സരനേഷു മഹേശനെ ശാശ്വതമേ തിരുനാമം ശാശ്വതമേ വത്സരനേഷു മഹേശനെ ശാശ്വതമേ തിരുനാമം ശാശ്വതമേ തിരുനാമം പാവന ഹൃദയം ഏകുക സദയം പാവന ഹൃദയം ഏകുക സദയം കേവലം പാവനകൃപാദം ചേരാം പാവനകൃപാദം ചേരാം പാവനഹൃദയം ഏകുക സദയം പാവനഹൃദയം ഏകുക സദയം കേവല ലോകസുഖങ്ങൾ വെടിഞ്ഞു ഞാൻ പാവനകൃപാദം ചേരാം പാവനകൃപാദം ചേരാം ആശ്രിത വത്സരനേഷു മഹേശനെ ശാശ്വതമേ തിരുനാമം ശാശ്വതമേ തിരുനാമം ആശ്രിത അപകടം നിറയും ജീവിതമരുളിൽ അപകടം നിറയും ജീവിതമരുളിൽ ആകുലമില്ലതിൻ നന്മയരുളിൽ അഗതികൾക്കാശ്രയം തരുകിൽ അഗതികൾക്കാശ്രയം തരുകിൽ അപകടം നിറയും ജീവിതമരുളിൽ അപകടം നിറയും ജീവിതമരുളിൽ ആകുലമില്ലതിൻ നന്മയരുളിൽ അഗതികൾക്കാശ്രയം തരുകിൽ അഗതികൾക്കാശ്രയം തരുകിൽ ആശ്രിത വത്സരനേഷു മഹേശനെ ശാശ്വതമേ തിരുനാമം ശാശ്വതമേ തിരുനാമം ആശ്രിത വത്സരനേ
മഹിമകളരികിൽ അനുദിനം നിൻ പാദതാരിണതിരയുകിൽ ആനന്ദ സന്തോഷമുണ്ടൊടുവിൽ ആനന്ദ സന്തോഷമുണ്ടൊടുവിൽ ക്ഷണികമണുരകിൽ മഹിമകളരികിൽ ക്ഷണികമണുരകിൽ മഹിമകളരികിൽ അനുദിനം തിരുപാദതാരിണതിരയുകിൽ ആനന്ദ സന്തോഷമുണ്ടൊടുവിൽ ആനന്ദ സന്തോഷമുണ്ടൊടുവിൽ ആശ്രിതവത്സലനേശു മഹേശനെ ശാശ്വതമേ തിരുനാമം ശാശ്വതമേ തിരുനാമം ആശ്രിതവത്സലനേ വരുന്നു ഞാൻ തനിയെ എനിക്കു നീ മതിയേ വരുന്നു ഞാൻ തനിയെ എനിക്കു നീ മതിയേ കരുണയിൽ കാതലെ വെടിയേറുന്നകതിയെ തിരുകൃപ തരണമെൻ പതിയേ തിരുകൃപ തരണമെൻ പതിയേ വരുന്നു ഞാൻ തനിയെ എനിക്കു നീ മതിയേ വരുന്നു ഞാൻ തനിയെ എനിക്കു നീ മതിയേ കരുണയിൽ കാതലെ വെടിയേറുന്നകതിയെ തിരുകൃപ തരണമെൻ പതിയേ തിരുകൃപ തരണമെൻ പതിയേ ആശ്രിതവത്സലനേശു മഹേശനെ ശാശ്വതമേ തിരുനാമം ശാശ്വതമേ തിരുനാമം ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിലും മഹത്വപ്പെടുമാറാകട്ടെ. വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. അപ്പോൾ തന്നെ എന്നെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിച്ച ഫയർ ഓഫ് റിവൈവൽ മിനിസ്ട്രീസ്, അതായത് മഞ്ജു സിസ്റ്ററാണ് എന്നെ ഇതിലേക്ക് ക്ഷണിച്ചത്. പ്രിയ കർത്താവിൻ്റെ ദാസിക്കും അപ്പോൾ തന്നെ ഈ മിനിസ്ട്രിയോടുള്ള നന്ദിയും പ്രാരംഭത്തിൽ തന്നെ അറിയിക്കുന്നു. അപ്പോൾ തന്നെ സർവശക്തനായ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും നന്ദിയും പ്രാരംഭത്തിൽ തന്നെ കരേറ്റുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ നിങ്ങളോട് കർത്താവിൻ്റെ വചനം ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരുമിച്ചാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിറഞ്ഞു നിൽക്കുന്നത്. ആമേൻ. ഞാൻ ഇവിടുന്ന് കർത്താവ് തരുന്ന വചനം എൻ്റെ നാവിൽ കൂടി കർത്താവ് തന്നെ സംസാരിക്കുമ്പോൾ നിങ്ങളും അത് പരമാർത്ഥ ഹൃദയത്തോടെ, നിർമ്മലതയോടെ, നിഷ്കളങ്കതയോടെ, വിശുദ്ധിയോടെ പരിശുദ്ധാത്മാവിൻ്റെ വചനം കൈക്കൊള്ളുമ്പോൾ അവിടെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാകും. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവശക്തിയുടെ വ്യാപാരം. ഹല്ലേലൂയ. ഏതൊക്കെ മേഖലകളിൽ പാഴും ശൂന്യോ ഇരുളുമായി കിടക്കുന്നോ അവിടൊക്കെ ഇന്ന് വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് പഴയ നിയമ കർത്തൃദാസന്മാര് ഹല്ലേലൂയ ദൈവം ശക്തമായി ഉപയോഗിച്ചപ്പോൾ അവർ പറഞ്ഞ വാക്കിന്റെ മേൽ അധികാരം വെളിപ്പെട്ടതുപോലെ ആ കർത്തൃദാസന്മാർക്ക് സമസ്വഭാവമുള്ളവരാക്കി നമ്മളെ ദൈവം തീർത്തുവെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ പ്രാർത്ഥിക്കുക, മാനുഷിക ശബ്ദങ്ങളൊന്നും കേൾക്കാതെ ദൈവത്തിൻ്റെ ആത്മാവിൽ നമുക്ക് സംസാരിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കേൾക്കുന്ന നിങ്ങളെയും
പറയുന്ന അടിയനെയും ഒരുപോലെ ശക്തമായി അതെ ഉപയോഗിക്കുവാൻ വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടിരിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ മേൽ ഇന്ന് രാത്രി അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നടക്കുമെന്നുള്ളതിന് അത് സത്യമായൊരു കാര്യമാണ്. നിശ്ചയമായും അത് നടക്കും. വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കും. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, ഞങ്ങളെ ഒരുമിച്ച് തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗത്തിലെ അപ്പാ, അങ്ങ് അടിയനോട് ഇടപെട്ട ഈ വചനം നിന്റെ മക്കളിലേക്ക് അത് വിളമ്പിക്കൊടുക്കുമ്പോൾ ദൈവശക്തി അവരുടെ മേൽ വ്യാപരിച്ച് ചില ശൂന്യതകളെ മാറ്റി, ചില അന്ധകാരങ്ങളെ മാറ്റി, ചില തകർക്കപ്പെട്ട ജീവിതങ്ങളെ കർത്താവെ പണിയപ്പെടുന്ന ചില ദൈവിക സംരംഭത്തിന് മുന്നിൽ അത് പ്രാരംഭമായി നടക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഇന്ന് പകൽക്കാലം വചനം പറയുവാനും കേൾക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന സകല പൈശാചിക മണ്ഡലങ്ങളെയും സ്വർലോകത്തിൻ്റെയും ഭൂലോകത്തിൻ്റെയും അധോലോകത്തിൻ്റെയും താക്കോൽ കൈവശമുള്ള നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ സകല ഇരുളിൻ്റെ ആധിപത്യങ്ങൾ വഴിമാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വചനം സംസാരിപ്പാൻ അടിയന്റെ നാവിനെ അങ്ങ് ഉപയോഗിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ മൺകൂടാരം അതിനായി ഏൽപ്പിച്ചു തരികയാണ്. കേൾക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങളെയും ശക്തീകരിക്കണം, ബലപ്പെടുത്തണമേ. സകല മേഖലകളിലും പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്തതിനായി സ്തോത്രം. അങ്ങ് അത്ഭുത വിടുതൽ അയച്ചതിനായി സ്തോത്രം. ആദ്യോടന്ത കൃപ കൂടിയിരിക്കും. അങ്ങ് പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. അല്പ സമയത്തെ ചിന്തയ്ക്കായിട്ട് യെഹെസ്കേലിന്റെ പുസ്തകം 37 അധ്യായം അതിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. ഹല്ലേലൂയ. യെഹെസ്കേൽ 37 അധ്യായം അതിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ വായിക്കാം. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വിളിച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. ഹല്ലേലൂയ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെട്ട ഒരു വചനമാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. വിശ്വസിക്കുന്നവരുടെ മേൽ ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നു, ദൈവശക്തി വ്യാപരിക്കുവാൻ ഇടയാകും. വെള്ളങ്ങളുടെ മേൽ ആത്മാവ് പരിവർത്തിച്ചപ്പോൾ വെള്ളം ഒരിടത്ത് മാറി, ഭൂമി വേറൊരിടത്തേക്ക് മാറി, പാഴുമാറി, ശൂന്യത മാറി, ഇരുളുമാറി. ദൈവത്തിന്റെ ഒരു വാക്കിന്റെ മുന്നിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടുവെങ്കിൽ ഇരുളും പാഴും ശൂന്യവുമായ നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊക്കെ മേഖലകളാണോ അവിടേക്ക് ദൈവത്തിന്റെ അത്യന്ത ശക്തി വ്യാപരിക്കുകയാണ് ഇപ്പോൾ തന്നെ. വിശ്വസിക്കുന്നവരുടെ മേൽ ഇപ്പോൾ തന്നെ പരിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരു വ്യക്തിയാണ് ഈ ഭവനത്തിൽ ഇരുന്ന് ഏത് സാഹചര്യത്തിലാണോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, സാഹചര്യമൊന്നും ദൈവത്തിന് വിഷയമല്ല. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബനാഥന്റെ മേൽ ഇരുളു മാറുകയാണ്, നിങ്ങളുടെ തലമുറകളുടെ മേൽ ഇരുളു മാറുകയാണ്, നിങ്ങളുടെ ഭവനത്തിലെ ശൂന്യത മാറുകയാണ്, നിങ്ങളുടെ ആത്മീക അന്ധത മാറുകയാണ്. ഹല്ലേലൂയ.
യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. ഇന്ന് രാത്രികാലം ദൈവം നിങ്ങളോടാണ് ഇത് സംസാരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ഇസ്രായേലിന്റെ രണ്ട് വിധത്തിലുള്ള യഥാസ്ഥാനമാണ് ഇവിടെ കാണുന്നത്. ഒന്ന് ദേശീയമായിട്ടുള്ളതും രണ്ട് ആത്മീകമായിട്ടുള്ളതും. ഹല്ലേലൂയ. യെഹെസ്കേലിനുണ്ടായ ഈ ദർശനം തികച്ചും ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ആണെന്ന് ആദ്യം തന്നെ നാം ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഇസ്രായേൽ ജനം പാപം ചെയ്തപ്പോൾ സ്വന്തം ദേശത്തു നിന്നും ചിതറപ്പെട്ട് മാംസവും രക്തവും എല്ലാം നഷ്ടപ്പെട്ട് മണ്ണിനോട് ചേരുന്ന ഒരു മൃത ശരീര സമാനമായി കേവലം ഒരു അസ്ഥി പോലെ ആയിത്തീർന്നു. ഹല്ലേലൂയ. ഞാൻ ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണമേ. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം അസ്തമിച്ചു, സകലതും തകർന്നുപോയി, സകലതും ശൂന്യമായി പോയി, എല്ലാം തീർന്നു. അതെ, രക്തവും അതെ ഹല്ലേലൂയ മാംസവും അതെ എല്ലാം നഷ്ടപ്പെട്ടു. ഒരസ്ഥി മാത്രമേ ഉള്ളൂ. ചാകാറായ ശേഷിപ്പ് ചത്തു കഴിഞ്ഞ് അസ്ഥി മാത്രമേ ഉള്ളൂ എന്ന് വേണം ചിന്തിക്കാൻ. ഈ അവസ്ഥയിൽ നിങ്ങളുടെ ഭവനത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ അകപ്പെട്ട് നാളുകളായി, മാസങ്ങളായി, വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും ദൈവപ്രവൃത്തി വെളിപ്പെടാതെ വണ്ണം നിങ്ങൾ തകർന്ന് അതേ തരിപ്പണമായി കിടക്കുന്ന ഏതെങ്കിലും മേഖലയുണ്ടെങ്കിൽ വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാകും. ഹല്ലേലൂയ. ഇന്ന് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാകും. എന്നാൽ ഈ അസ്ഥി ഹല്ലേലൂയ മൃതശരീര സമാനമായി കേവലം ഒരു അസ്ഥി പോലെ ആയിത്തീർന്നു. എന്നാൽ ദൈവത്തിന്റെ കരുണാധിക്യ പ്രകാരം ആത്മാവിനാലും വചനത്താലും ജീവിക്കപ്പെട്ട് ജീവനുള്ള ദേഹിയായി അവർ തീർന്നു. ഇത് ഹല്ലേലൂയ ദൈവത്തിന്റെ ഒറ്റ വാക്കിനാലാണ്. മനുഷ്യപുത്ര, ഈ അസ്ഥി ജീവിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ദൈവമേ നിനക്കറിയാം എന്ന് പറഞ്ഞ് പ്രവാചകൻ ഒരു വല്ലാത്ത മണ്ഡലത്തിൽ നിൽക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന്റെ മുന്നിൽ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ ഇന്ന് സംശയിക്കാതെ വിശ്വസിച്ചാൽ നിന്റെ ഭവനത്തിന്റെ സ്ഥിതി മാറാൻ പോവുകയാണ്. നിന്റെ ആത്മീക മണ്ഡലത്തിൽ നിന്നെ ഒരു സ്റ്റെപ്പ് പോലും വെക്കുവാൻ കഴിയാതെ നുകമിട്ട് സ്തോത്രം ബൗണ്ടറി ഇട്ട് ഹല്ലേലൂയ കെട്ടി വരിയപ്പെട്ടതുപോലെ കിടക്കുന്ന ചില ബന്ധനങ്ങൾ ഇന്ന് അഴിയുന്ന രാത്രികാലമാകിയാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ കരുണാധിക്യ പ്രകാരം ആത്മാവിനാലും വചനത്താലും ജീവിക്കപ്പെട്ട് ജീവനുള്ള ദേഹിയായി അവർ തീർന്നു എങ്കിൽ ഇത് സഭയിലുള്ള മരിച്ചവരായ വിശ്വാസികളുടെ ഉയർത്തെഴുന്നേൽപ്പായി ഇതിനെ ചിത്രീകരിക്കാൻ പാടില്ല. ഹല്ലേലൂയ. കാരണം പഴയ നിയമ ദർശനങ്ങളും പ്രവചനങ്ങളും ആത്മീകവൽക്കരിക്കപ്പെടുമ്പോൾ അടിസ്ഥാന തത്വങ്ങൾ മാറ്റപ്പെടാതെ നാം സൂക്ഷിക്കേണ്ടതാണ്. ഹല്ലേലൂയ. നെബൂഖദ്നേസർ രാജാവിന്റെ യെരുശലേം നശിപ്പിക്കുന്നതിന് മുമ്പ്, അതായത് നെബൂഖദ്നേസർ രാജാവിനാൽ യെരുശലേം നശിപ്പിക്കുന്നതിന് മുമ്പ് അധ്യായം 8 യെഹെസ്കേലിനെ യെരുശലേമിലേക്ക് കൊണ്ടുപോകുന്നതായി നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അതുപോലെ ഇവിടെയും
ആത്മാവിനാൽ അവനെ എടുത്ത് വീണ്ടും പ്രവാസികളുടെ നടുവിൽ നിന്നും അവിടേക്ക് കൊണ്ടുപോകുന്നു എന്നും നമുക്കറിയാം. ഇന്ന് ചില മണിക്കൂറുകൾ കൊണ്ട് ഒരു മനുഷ്യന് വിമാനത്തിൽ ലോകം മുഴുവനും ചുറ്റുവാൻ കഴിയുമെങ്കിൽ നാം വിശ്വസിക്കുന്ന നമ്മുടെ ജീവനുള്ള ദൈവത്തിന് ഇതൊന്നും അസാധ്യമല്ല. ഹോ ഹല്ലേലൂയ! യെരുശലേമിന് അടുത്തുള്ള സമഭൂമിയിലേക്കാണ് പ്രവാചകനെ ദൈവം കൊണ്ടുപോയത്. അവിടെ മാസകലം കാണുന്നത് കൊല്ലപ്പെട്ട ഇസ്രായേൽ ജനത്തിന്റെ ഉണങ്ങിയ അസ്ഥികളാണ്. സംസ്കാരം പോലും ലഭിക്കാതെ താഴ്വരയിൽ ചിതറിക്കിടക്കുന്ന അസ്ഥികളുടെ നടുവിലേക്ക് പ്രവാചകനെ കൊണ്ടുപോകുന്നു. ഹല്ലേലൂയ! ഹോ, ഞാൻ കാണുന്ന വെളിപ്പാട് നിങ്ങളോടൊന്ന് പറയട്ടെ. ചില വിഷയത്തിന്റെ മേൽ നിങ്ങൾ ആകെ തകർന്ന് ഇനിയും എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എനിക്ക് വെക്കുവാൻ കഴിയത്തില്ല പിതാവേ. നിന്റെ സാഹചര്യത്തെ നീ നോക്കി പകച്ചു നിൽക്കുകയാണ്. പ്രതികൂല സാഹചര്യങ്ങൾ നിന്നെ വേട്ടയാടുകയാണ്. നീ നിരാശയുടെ മണ്ഡലത്തിലായിരിക്കാം. നീ തകർക്കപ്പെട്ട് ഇനിയും ഒരു നിമിഷം പോലും ഞാൻ വെളിച്ചം കാണത്തില്ല, ഞാൻ ഇരുട്ടറയിൽ കിടക്കുകയാണ്, ഈ അന്ധതയിൽ, ഈ കാരാഗ്രഹത്തിൽ നിന്ന് എന്നെ ആര് രക്ഷിക്കും? ഞാനൊരു കാര്യം പറഞ്ഞാൽ എൻ്റെ സ്വന്തം കുടുംബത്തിൽ പോലും എന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. എൻ്റെ കുടുംബ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ തകർക്കപ്പെട്ടു പോയല്ലോ. ഇനിയും ഈ ജീവിത അവസാനം വരെയും എൻ്റെ മുന്നിൽ ഒരു നന്മ കാണത്തില്ല. ഇത് കുറെ നാളായി ഞാൻ അനുഭവിക്കുന്നു. എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലേ? ഹല്ലേലൂയ! ഞാൻ പറയുന്നത് ഭാഷ കലക്കിയതുപോലെ എന്റെ വാക്കിന്റെ മുന്നിൽ മനസ്സിലാക്കുവാൻ കഴിയാതെ അവരുടെ ഹൃദയത്തെ കുരുടാക്കി വെച്ചല്ലോ ദൈവമേ. ഞാൻ എങ്ങനെ ഇനി മുന്നോട്ട് സ്റ്റെപ്പ് വെക്കും എന്ന് വേദനിച്ച് ഇരിക്കുന്ന അതെ മാതാവേ, സഹോദരി, നിന്റെ ജീവിതത്തിൽ ഇന്ന് ചിലത് സംഭവിക്കാൻ പോവുകയാണ്. നീ തുടങ്ങിയ പ്രസ്ഥാനത്തിന്റെ മേൽ, നീ തുടങ്ങിയ ഹല്ലേലൂയ അതെ ഏതെങ്കിലും ഒരു പ്രെയർ ഗ്രൂപ്പ് ആകാം, നിന്റെ കുടുംബ ജീവിതത്തിലെ ഏതെങ്കിലും വിഷയമാകാം, നിന്റെ തലമുറയുമായിട്ടുള്ള ബന്ധത്തിലാകാം, നിന്റെ ജീവിതം എല്ലാം അസ്തമിച്ചു. അസ്ഥി ആമേൻ ചിതറിക്കിടക്കുകയാണ്. ഹല്ലേലൂയ! കൈയുടെ അസ്ഥി കാലിന്റെ അടുത്ത് കിടക്കുന്നു, കാലിന്റെ അസ്ഥി വേറെ കിടക്കുന്നു. ഇങ്ങനെ നിന്റെ ജീവിതത്തിൽ എല്ലാം താറുമാറായി. ഇനിയും ഒരിക്കലും അത് എഴുന്നേൽക്കത്തില്ലെന്ന് വാദിച്ചു നിൽക്കുന്ന പിശാച് നിന്നോട് ചെവിയിൽ മന്ത്രിച്ച് നീ ഇനി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുവാൻ കഴിയത്തില്ല, എല്ലാം അസ്തമിച്ചു പോയി എന്ന് നിന്നെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് നിന്നെ നിരാശപ്പെടുത്തി നിന്നെ മടുപ്പിന്റെ അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോയി പ്രാർത്ഥിക്കുവാൻ പോലും കഴിയാതെ വണ്ണം നിന്നെ തകർത്ത ചില വിഷയത്തിന്റെ മേൽ ഇന്ന് രാത്രികാലം ദൈവാധിപത്യം വെളിപ്പെടുകയാൻ പോവുകയാണ്. നിന്റെ ദേശത്ത് വാഴുന്ന അന്ധകാര ശക്തികൾക്ക് നിന്നെ തകർക്കുവാൻ സാധ്യമല്ല. ഒരു അന്ധകാര ശക്തിക്കും ഒരു ദുരാത്മാവിനും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ തലമുറയാണെങ്കിൽ ഹല്ലേലൂയ, നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു ദൈവ പൈതലാണോ? കർത്താവേ, ഞാൻ പലവിധത്തിൽ അകൃത്യത്തിൽ ആയിരിക്കുകയാണ്. എൻ്റെ അകൃത്യം നിനക്ക് ക്ഷമിക്കുവാൻ കഴിയുമോ? എൻ്റെ പാപം വളരെ ഘോരമായിരിക്കുന്നു. എൻ്റെ ചിന്തയിലും സംസാരത്തിലും പ്രവൃത്തിയിലും ഞാൻ തകർക്കപ്പെട്ടു പോയി കർത്താവേ. ഇനി എനിക്ക് എഴുന്നേൽക്കുവാൻ കഴിയത്തില്ല എന്ന് നിന്റെ മനസ്സിൽ മന്ത്രിക്കുന്നോ? ഇല്ല ദൈവ പൈതലേ, ഇന്ന് രാത്രികാലം നീ പറ, എൻ്റെ ദൈവത്തിൻ്റെ ആ തങ്കച്ചോര കൊണ്ട് എന്നെ വീണ്ടെടുത്തെങ്കിൽ തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. അതേറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഇന്ന് രാത്രികാലം നിന്നോടുള്ള ദൈവത്തിന്റെ കരുണയും ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയും ഓർക്കണമേ ദയവായി. ഹല്ലേലൂയ! അതുകൊണ്ട് ഇന്ന് നീ അനുഭവിക്കുന്ന വിഷയത്തിൽ എല്ലാം അസ്തമിച്ചു എന്ന് പറയുന്ന സ്ഥാനത്ത് ഒരു ഉദയം ദൈവം പ്രഖ്യാപിക്കുകയാണ്. ഹല്ലേലൂയ! ദൈവത്തിന് മഹത്വം. ഇത് നിന്റെ ഹല്ലേലൂയ
പ്രവൃത്തികൾ നീ തുടങ്ങിയതേ ഉള്ളൂ, പക്ഷെ അവിടെ എല്ലാം മുരടിപ്പാണ്. അതായത് ഒരു ചെറിയ തയ്യ് നട്ടു, പക്ഷേ അത് കയറി വന്നപ്പോൾ തന്നെ ഒരു മുരടിപ്പും ഹല്ലേലൂയ വളർച്ചയും ഇല്ലാതെ അത് വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഒരു തൈ പോലെ നീ ആയിരിക്കുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ വെള്ളത്തിൻ്റെ ഗന്ധം ചെന്നപ്പോൾ ദൈവാധിപത്യം വെളിപ്പെട്ട് അവിടെ ഒരു ദൈവപ്രവൃത്തി ഇന്ന് വെളിപ്പെടുവാൻ പോവുകയാണ്. ഇവിടെ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത വിധത്തിൽ ഭീകരമായിരുന്നു അവിടെ കണ്ട അസ്ഥികളുടെ ചിത്രം. അവ ഏറ്റവും ഉണങ്ങിയതായിരുന്നു. ദീർഘകാലമായി ഈ അവസ്ഥയിൽ കിടക്കുന്നതിൻ്റെ ചിത്രം ഈ താഴ്വര അശൂർ കൽദയ സൈന്യങ്ങൾ യുദ്ധം ചെയ്ത സ്ഥാനമായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ഹല്ലേലൂയ. എന്നാൽ പ്രവാചകനോട് ദൈവം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഹോ, ഹല്ലേലൂയ. ദൈവം ചോദിക്കുകയാണ്. നിന്റെ വിശ്വാസത്തിന്റെ ആഴം എത്രയുണ്ടെന്ന് കർത്താവ് മനസ്സിലാക്കുകയാണ്. ഹല്ലേലൂയ. യഹെസ്കേൽ 36:4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഉണങ്ങിയ അസ്ഥികളിൽ മേൽ ദൈവം ചെയ്യുന്ന അത്ഭുത കാര്യങ്ങളുടെ വിശദീകരണം നമുക്ക് കാണുവാൻ കഴിയും. ഹോ, സ്തോത്രം, ഹല്ലേലൂയ. ഓരോരുത്തരുടെ അസ്ഥിയുടെ ഭാഗങ്ങൾ കൃത്യമായി അവൻ്റെ അസ്ഥികൂടത്തോടെ ചേർന്ന് അവ ജീവിക്കേണ്ടതിന് ദൈവം ശ്വാസം നൽകി. അതായത് ഓരോരുത്തരുടെ അസ്ഥിയുടെ ഭാഗങ്ങൾ കൃത്യമായി അവനവൻ്റെ അസ്ഥികൂടത്തോടെ ചേർന്നു. അവ ജീവിക്കേണ്ടതിന് ദൈവം ശ്വാസം നൽകി. ഇവയെല്ലാം മണ്ണിനോട് ലയിച്ചതാണ് എന്ന് വെച്ചാൽ എല്ലാം തീർന്നുപോയി, എല്ലാം തകർന്നുപോയി, ഇനിയും ഒന്നുമില്ല, ഉണങ്ങിയ ഒരു കൂട്ടം അസ്ഥിയേ ഉള്ളൂ. ഇവിടാണ് ദൈവത്തിന്റെ ആധിപത്യം വെളിപ്പെടുന്നത്. ദൈവ പൈതലേ, നിന്നോടുള്ള ആലോചനയാ. നീ ഭാരപ്പെട്ട് വേദനിച്ച് നിന്ദിക്കപ്പെട്ട് പരസ്യക്കോലമായി നീ തകർക്കപ്പെട്ട് നീ ഏതൊക്കെ വിഷയത്തിലാണോ നിനക്ക് ആരോടും പറയുവാൻ കഴിയാതെ നീ ഭാരപ്പെട്ടിരിക്കുന്ന ഏത് വിഷയമാണോ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ദൈവം ഇന്ന് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോ ദൈവം എന്തോ ചെയ്തു? അത് ശ്വാസം നൽകി. ഇതെല്ലാം മണ്ണിനോട് ലയിച്ചതാണ്. എന്നാൽ ദൈവിക ശബ്ദത്തിന്റെ മുന്നിൽ ഇവയെല്ലാം വീണ്ടും പുനർജീവിക്കപ്പെട്ടു. ഹല്ലേലൂയ. കൃത്യമായിട്ട് ചേർന്നു. ഇയ്യോബ് ഈ പ്രത്യാശയുടെ അനുഭവത്തോടെയാണ് വിളിച്ചു പറയുന്നത്. ഇയ്യോബ് 19-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും എന്ന്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഇന്ന് രാത്രികാലം ഞാനൊരു കാര്യം പറയട്ടെ. എല്ലാം തകർന്നുപോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇനിയും എനിക്കൊരു ജീവിതമുണ്ടോ? എൻ്റെ ജീവിതത്തിൽ എല്ലാം എനിക്കിനിയും ആരോടും ഒരു കാര്യവും പറയുവാനില്ല. ഈ കഷ്ടതയിൽ എനിക്കിനിയും ജീവിക്കണ്ട, എനിക്കിനി ജീവിതം വേണ്ട, എന്നെ മനസ്സിലാക്കുവാൻ ആരുമില്ല, ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് ഹല്ലേലൂയ പല മേഖലകളിലും ഞാൻ ചിന്തിച്ച സമയത്ത് ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി പല ആത്മഹത്യ പ്രവണത എനിക്ക് എൻ്റെ മുന്നിൽ വന്നപ്പോൾ ഹല്ലേലൂയ ഞാൻ 3 പ്രാവശ്യം ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി ശ്രമിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഇനി എനിക്ക് ജീവിതം വേണ്ട, എങ്ങനെയെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ ഞാൻ രക്ഷപ്പെടുമല്ലോ എന്ന് ഇന്നേക്ക് ഒരു 20 വർഷത്തിന് മുമ്പ് എനിക്ക് ചിന്തിക്കുവാൻ ഇടയായി. എൻ്റെ പ്രതികൂലങ്ങളെ കണ്ട് ഭീരുത്വത്തിൻ്റെ ആത്മാവ് എന്നെ ഭരിച്ച് തകർക്കപ്പെടുവാൻ നോക്കിയപ്പോൾ എന്നെ ആർക്കും വേണ്ട, എന്നെ സ്നേഹിക്കുവാൻ ആരുമില്ല, ഞാൻ പറഞ്ഞാൽ ആരും മനസ്സിലാക്കത്തുമില്ല
ഇനിയും എന്തിനാ ഞാൻ ജീവിക്കുന്നത് എന്ന് ചിന്തിച്ച എൻ്റെ പ്രാരംഭ ജീവിതത്തില് ദൈവത്തിൻ്റെ അത്യന്ത ശക്തി എൻ്റെ മേൽ വ്യാപരിച്ച് എന്നെ അതിനകത്തു നിന്നൊക്കെ എടുത്തു പൊക്കിയതുപോലെ മാറ്റിയ ദിവസങ്ങളെ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയോടെ ഓർക്കുന്നു. പ്രിയ ദൈവ പൈതലേ, ആത്മഹത്യ ഒരിക്കലും ഒരു പരിഹാരമല്ല. നീ ഇന്ന് ആത്മഹത്യ ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണമേ, നിന്റെ ദേഹം ഇവിടെ മണ്ണോട് ചേരുകയും നിന്റെ ആത്മാവ് നിത്യ നരകത്തിലേക്ക് പോകുകയും ചെയ്യും. അതുകൊണ്ട് ആത്മഹത്യ ഒരു പരിഹാരമല്ല. ഇന്ന് പരിശുദ്ധാത്മാവിനോട് ഇടപെടുകയാണ്. ഞാൻ വചനം പറയുമ്പോൾ ഞാനിത് അങ്ങനെ സംസാരിച്ചിട്ടില്ല. ഇന്ന് എന്നോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, ആരോ ആത്മഹത്യ ചെയ്താൽ മതി, എനിക്കിനി ജീവിക്കണ്ട എന്ന് ഹൃദയത്തിനകത്ത് നിരന്തരം പിശാച് പ്രലോഭിപ്പിക്കുന്ന ചില വ്യക്തിയോട് ദൈവാത്മാവിന്ന് സംസാരിക്കുകയാണ്. ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട, നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് നിന്നെ താങ്ങും, ഞാൻ നിന്റെ അപ്പനാ. നിന്റെ അമ്മ നിന്നെ പല സാഹചര്യങ്ങളിലും നിന്നെ മനസ്സിലാക്കാതെ പോകാം. നിന്റെ അപ്പൻ നിന്നോട് പല വാഗ്ദത്തങ്ങളും പറഞ്ഞു, കുഞ്ഞെ ഞാനിത് നിനക്ക് ചെയ്തേക്കാം, നീ ഭാരപ്പെടണ്ട എന്ന് നിന്റെ അപ്പൻ പറഞ്ഞു. പക്ഷേ അത് ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ അപ്പന് ചെയ്യുവാൻ കഴിയാതെ അപ്പൻ കാലഹരണപ്പെട്ടു പോയപ്പോൾ, അല്ലെ അപ്പൻ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞിട്ട് എനിക്കത് നിവൃത്തിയാകാഞ്ഞത് കൊണ്ടല്ലേ ഞാൻ ഈ ഭാരപ്പെട്ട് വേദനിച്ചിരിക്കുന്നത് എന്ന് നീ ഭാരപ്പെടുകയാണെങ്കിൽ നിന്റെ സ്വർഗത്തിലെ അപ്പൻ മറന്നിട്ടില്ല. നിന്റെ അപ്പനോ നിന്റെ അമ്മയോ ഒരു പക്ഷേ നിന്നെ മറക്കാൻ 1% ഉണ്ടെങ്കിൽ പ്രസവിച്ച തള്ള തന്റെ കുഞ്ഞിനെ മറക്കുമോ പ്രിയ ദൈവ പൈതലേ? ഹല്ലേലൂയ. അങ്ങനെ മറന്നത് കൊണ്ടല്ലേ ഇന്ന് അമ്മത്തൊട്ടിൽ വന്നത്. ഹല്ലേലൂയ. പഴയ നിയമ പ്രവാചകന്മാര് വചനത്തിൽ പറയുന്നു, അമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും, പ്രസവിച്ച തള്ള തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന് കർത്താവ് യെശയ്യാവിൽ പറയുമ്പോൾ, ഹല്ലേലൂയ, ഇന്ന് നിന്നോട് വ്യക്തമായി പറയുകയാണ്, നിന്റെ അമ്മയുടേതോ അപ്പൻ്റേതായോ നന്മകൾ നിനക്ക് ബാലൻസായി വെച്ചേക്കാം, അല്ലെങ്കിൽ നിനക്ക് കരുതിയേക്കാം എന്ന് പറഞ്ഞ ഭൗതിക നന്മകൾ, നിന്റെ സഹോദരങ്ങളെക്കാൾ നിന്നെ മാനിക്കാം, നിന്റെ സഹോദരങ്ങൾക്ക് തന്നതുപോലെ ഒരു പങ്ക് നിനക്കുമുണ്ട് എന്ന് പറഞ്ഞത് എല്ലാം നഷ്ടപ്പെട്ടിട്ട് നീ ശൂന്യമായിട്ട്, നീ മൗനമായിട്ടിരിക്കുകയാണെങ്കിൽ, നിനക്കുള്ള വിഹിതം ലഭിക്കേണ്ട ന്യായമായ വിഹിതം പോലും നിനക്ക് ലഭിക്കുവാൻ കഴിയാതെ നീ തകർക്കപ്പെട്ട് നിന്നെ അവർ ഉപേക്ഷിച്ചപ്പോൾ, നിന്റെ മാതാപിതാക്കൾ കടന്നുപോയപ്പോൾ നിന്റെ സഹോദരങ്ങൾ നിന്നെ സഹായിക്കുമെന്ന് നീ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആ സഹോദരങ്ങൾ കൈമലർത്തിയെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, ദൈവം എന്നോട് ശക്തമായി ഇടപെടുന്നതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ദൈവാത്മാവ് ഇടപെടുകയാണ്. നിന്റെ സഹോദരങ്ങളോ, നിന്റെ ഹല്ലേലൂയ മാതാപിതാക്കളോ, നിന്റെ സ്നേഹിതരോ, നിന്റെ ആലയത്തിലെ കർത്തൃദാസനോ, നിന്നോട് വേണ്ടപ്പെട്ട ആരോ, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിന്റെ ഫ്രണ്ടോ, നിനക്ക് എല്ലാമെല്ലാമായ ചില വ്യക്തികളോ നിന്നോട് ചില വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ട് അത് ഹല്ലേലൂയ സമയമായപ്പോൾ അവർ കൈമലർത്തിയിട്ട് നീ തകർക്കപ്പെട്ടു പോയ ചില നിമിഷങ്ങൾ, കർത്താവേ എന്നെ ആര് സഹായിക്കും എന്ന് നീ ഭാരപ്പെട്ടിരിക്കുന്ന ചില വിഷയത്തിന്റെ മേൽ എല്ലാം തകർന്നു പോയി എന്ന് സ്തോത്രം നീ ചിന്തിക്കുന്ന ചില വിഷയത്തിന്റെ മേൽ നസ്രയനായ യേശു ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, നീ ഭാരപ്പെടണ്ട. നിന്നോട് കൂടെ യഹോവയായ ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ വാക്കിന്റെ മുന്നിൽ നീ ഇന്ന് അനുസരണയോട് നിന്നാൽ അനുസരിക്കുന്നവരുടെ മേൽ അനുഗ്രഹവും, അനുസരിക്കാത്തവരുടെ മേൽ എന്താണ് ബൈബിൾ പറയുന്നത്? ശാപവുമാണ്. അങ്ങനാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ എല്ലാം തകർക്കപ്പെട്ടു, എല്ലാം തകർന്നു പോയി. എൻ്റെ കുടുംബ ജീവിതം തകർന്നു. എൻ്റെ തലമുറകൾ എങ്ങനെ മുന്നോട്ട് വളരും? ഹല്ലേലൂയ. ഒരു വലിയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു മ്യൂസിക് സ്കൂള് ഞങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും മ്യൂസിക് ടീച്ചേഴ്സ് ആയിരുന്നു. എന്നാൽ ഹല്ലേലൂയ ആ പ്രസ്ഥാനം നല്ലതായിട്ട് പോകുമ്പോൾ ഒരു നിമിഷം കൊണ്ട് എൻ്റെ തലമുറയുടെ ജീവിതത്തിൽ അവൻ 1.5 വയസ്സായപ്പോൾ, ഇപ്പോൾ അവന് 20 വയസ്സുണ്ട്, 1.5 വയസ്സായപ്പോൾ അവന് അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന പിണ്ടാകാരം പോലെ അവൻ്റെ മുഖം സ്തോത്രം ആയി. അപ്പോൾ ഞങ്ങൾ ഹല്ലേലൂയ നിൽക്കുന്ന ആ സാഹചര്യം എന്ന് പറയുന്നത്
വളരെയധികം വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ഏത് ക്ഷേത്രത്തിലും ഏത് പള്ളിയിലും എവിടെ ചെന്നാൽ ഒരു രക്ഷ കിട്ടും, എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ള, ഏത് ദൈവത്തെ സേവിച്ചാൽ പറ്റും എന്നുള്ള ഒരു ചിന്താ മണ്ഡലത്തിൽ ജീവിക്കുമ്പോൾ, ഹല്ലേലൂയ, സകല ക്ഷേത്രങ്ങളിൽ പോയി പ്രോഗ്രാം നടത്തി, TV ചാനലുകളിലൊക്കെ പ്രോഗ്രാം നടത്തി, അങ്ങനെ ലോകത്തിൽ പ്രശസ്തരായിരിക്കുമ്പോൾ തന്നെ ശൂന്യമായ മേഖലകൾ ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവിടുന്നൊക്കെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ കുഞ്ഞിനെ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന പിണ്ടാകാരം പോലെ അവൻ്റെ മുഖമെല്ലാം ആയപ്പോൾ, യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ ഒരു സ്നേഹിതൻ പറഞ്ഞപ്പോൾ, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഈ ക്ഷേത്രാദി കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങൾ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവം ആരാണെന്ന് അറിയാതെ വണ്ണം തകർക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന് ഞങ്ങളെ, ഈ യേശുക്രിസ്തു എന്ന് പറയുന്ന ദൈവം ഞങ്ങളെ രക്ഷിക്കാമെങ്കിൽ ഞങ്ങളുടെ മരണം വരെ കർത്താവിന് വേണ്ടി പാടാം എന്ന് ഞങ്ങൾ പ്രതിജ്ഞയെടുത്തു. ഇന്ന് രാത്രികാലം പ്രിയ ദൈവ പൈതലേ, നിന്റെ പ്രതിജ്ഞയ്ക്ക് മുന്നിൽ, ദൈവത്തോടുള്ള നിന്റെ ബന്ധത്തിൻ്റെ മുന്നിൽ, നീ ഏതൊക്കെ വിഷയത്തിൽ അത് തകർക്കപ്പെട്ടാലും നീ അനുസരണയോടെ ദൈവവചനത്തിന്റെ മുന്നിൽ അവന്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന ഒരു ദൈവ പൈതലാണോ, നിന്റെ തലയിലെ ഒരു മുടി പൊഴിയുന്നത് പിതാവ് അറിയുന്നുണ്ട്. ഹല്ലേലൂയ. ഇനി എത്രയുണ്ടെന്ന് ദൈവത്താൽ എണ്ണപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ നന്നായി അറിയുന്ന കർത്താവ് ഒരു ദോഷവും തട്ടാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കുവാൻ പ്രാപ്തനാണ്. എൻ്റെ പൈതലിനെ വിടുവിച്ചപ്പോൾ അന്ന് കുഞ്ഞിന് രോഗസൗഖ്യം അങ്ങനെ ഞങ്ങൾ ഈ ദൈവം വിടുവിക്കാമെങ്കിൽ മരിക്കുന്നിടം വരെ കർത്താവിന് വേണ്ടി പാടാം എന്ന് പറഞ്ഞ് പ്രതിജ്ഞയെടുത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ 3-4 കൃപാവരങ്ങൾ അന്ന് തന്നെ ഞങ്ങൾക്ക് ലഭിക്കുവാനിടയായി. 1, കുഞ്ഞിൻ്റെ രോഗസൗഖ്യം. 2, വെളിപ്പാടുകൾ കാണാൻ തുടങ്ങി. 3, അന്യഭാഷാ അടയാളത്തോട് സംസാരിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവിക വരങ്ങളും ദൈവത്തിൻ്റെ അതേ സ്തോത്രം, ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ നമ്മൾ ആകപ്പെട്ടാൽ നിശ്ചയമായും നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുന്നിൽ കീഴ്പ്പെട്ട് ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു ദൈവ പൈതൽ അനുഗ്രഹിക്കപ്പെട്ടവരും ഭാഗ്യവാന്മാരുമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഇസ്രായേൽ മക്കൾ പാപം ചെയ്തപ്പോഴാണ് അവർ പ്രവാസത്തിൽ പോകേണ്ടി വന്നത്. അങ്ങനെ ഒരു അവസ്ഥ അവർക്ക് അനുഭവിക്കേണ്ട വന്നതെങ്കിൽ പുതിയ നിയമ ഇസ്രായേലായ നമ്മള് ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ, നിഷ്കളങ്കതയോടെ, നിർമ്മലതയോടെ ജീവിക്കാനാണ് നമ്മളെ വിളിച്ച് വേർതിരിച്ചതെങ്കിൽ നിശ്ചയമായിട്ടും നീ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുകയാണെങ്കിൽ നിന്റെ സ്ഥിതിക്ക് ഭേദം വരാൻ പോവുകയാണ്. ഇന്ന് രാത്രികാലം നീ ഇപ്പൊ ജീവിക്കുന്ന നിന്റെ അവസ്ഥയിൽ പാപത്തെ വിട്ടൊഴിയാതെ ലോകത്തിന്റെ മോഹങ്ങൾ, കൺമോഹം, ജഡമോഹം, ജീവനത്തിലുള്ള പ്രതാപത്തിൽ നീ ആണ്ട് കഴിഞ്ഞ്, ഹല്ലേലൂയ, ഒരു പഴഞ്ചൊല്ല് പറയുന്നത് പോലെ ഉത്തരത്തെ ഇരിക്കുന്നത് വേണം, കക്ഷത്തിലിരിക്കുന്നത് കളയത്തുമില്ല എന്നുള്ള വാശിയിലിരുന്നാൽ നിശ്ചയമായി ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുകയില്ല. എന്നാൽ ദൈവത്തോട് പറ, കർത്താവേ, എൻ്റെതായ മർക്കടമുഷ്ടിയൊക്കെ ഞാൻ അങ്ങ് കുറച്ച് ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ മുന്നിൽ ലോകമോഹത്തിൽ നിന്നും എന്നെ വേർപെടുത്തി നിഷ്കളങ്കതയോടെ ജീവിപ്പാൻ, പരമാർത്ഥ ഹൃദയത്തോടെ ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന പരമാർത്ഥ ഹൃദയത്തോടുള്ള ആ സമർപ്പണത്തിന്റെ മുന്നിൽ ഇന്ന് ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടുവാൻ ഇടയാകും. അല്ല, ഭാര്യ സമാധാനത്തോടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭർത്താവ് ശരിക്കും നന്നായിട്ട് പറഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, സിഗരറ്റും വലിച്ച് എന്തെങ്കിലുമൊക്കെ ദുർമാർഗ സ്വഭാവം ഉണ്ടെങ്കിൽ അതും ചെയ്തിട്ട് ഭാര്യ ഐക്യതയോട് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിച്ചിട്ടും ഭർത്താവ് എത്തപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കുടുംബത്തിൽ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. എന്നാൽ കുടുംബജീവിതത്തിൽ രണ്ടുപേരും കൈകോർത്ത് ഐക്യതയോടെ തലമുറകളും ഒത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ ഭവനം ഒരു സ്വർഗമാണ്. ആ ഭവനത്തിൽ ഒരു കുറവും വരത്തില്ല. അതുകൊണ്ട് അഥവാ നിന്റെ ഭാര്യയോ നിന്റെ ഭർത്താവോ നിന്നോടൊപ്പം ചേർന്ന് നിൽക്കാൻ തയ്യാറല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ
നിലവിളിക്കുമ്പോൾ നാളെ നിന്റെ കൂട്ടുദാസൻ അല്ലെങ്കിൽ കൂട്ടുദാസി നിന്നോട് ചേർന്ന് മോളെ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന ഒരു സമയം ദൈവം തരും. അതിനായിട്ട് പ്രാർത്ഥിക്കുക. കുടുംബത്തിൽ ഐക്യത ഒരു വളരെ പ്രാധാന്യമാണ്. ഇത് ഞാൻ എൻ്റെ എല്ലാ ദൈവമക്കളോടും വചനത്തോട് അനുബന്ധിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ഇന്ന് പെന്തക്കോസ്തുകാരുടെ അടുത്തും, അതായത് വിശ്വസിക്കുന്നവരുടെയും ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണെന്ന് പറഞ്ഞാലും ഭവനത്തിനകത്ത് ഐക്യതയും സ്നേഹവും സമാധാനവും നഷ്ടപ്പെട്ടു. സ്വാർത്ഥതയും, അതെ, ലോകത്തിന് അനുരൂപമായിട്ട് 24 മണിക്കൂറുണ്ടെങ്കിൽ പകല് മൊത്തവും ലോകത്തിനകത്ത് അടിമയായി ജീവിച്ചിരുന്നിട്ട് രാത്രിയിൽ ഒരു നേർച്ച പ്രാർത്ഥനയും കഴിഞ്ഞ് കിടന്നുറങ്ങിയാൽ നിന്റെ സ്ഥിതിക്ക് ഭേദം വരത്തില്ല. ഞാൻ എൻ്റെ മാതാപിതാക്കളോട്, എൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ കുഞ്ഞുങ്ങളോട് പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടതിൻ്റെ സമാധാനമേ എനിക്ക് തന്നിട്ടുള്ളൂ. എൻ്റെ ദൈവത്തെ കണ്ടതിൻ്റെ ആശ്വാസമേ എനിക്കുള്ളൂ. എൻ്റെ കുടുംബനാഥൻ, എൻ്റെ തലമുറകൾ, ഞങ്ങൾ ഇന്ന് ഒന്നിച്ചു നിൽക്കുന്നെങ്കിൽ, ഞങ്ങൾ ഇന്നൊരു പ്രസ്ഥാനമായി തീർന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് നിന്നതിൻ്റെ നന്മയേ ഉള്ളൂ. എന്നാൽ സ്വയമേ ഇത് നമുക്ക് ചെയ്യുവാൻ കഴിയുമോ? ഒരിക്കലുമില്ല പ്രിയ ദൈവ പൈതലേ. നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും കർത്താവേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കൃപ തരും. ഏതിനായി നീ കൂടുതൽ സമയം കളയുന്നോ, ഏതിനായി നീ കൂടുതൽ സമ്പത്ത് ഉപയോഗിക്കുന്നോ, ഏതിനായി നീ കൂടുതൽ ആരോഗ്യം ഉപയോഗിക്കുന്നോ, അത് നിന്റെ മുന്നിൽ വിഗ്രഹമാണ്. പെന്തക്കോസ്തുകാർക്ക് വിഗ്രഹമുണ്ടോ? ഉണ്ട് പ്രിയ ദൈവ പൈതലേ. ആ വിഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തെക്കാട്ടിലും ഏതിന് പ്രാധാന്യം കൊടുക്കുന്നോ അതാണ്. ഇന്ന് രാത്രികാലം നീ ഒരു തീരുമാനമെടുക്കുക. വൈകിട്ടും രാവിലെയും ഉച്ചയ്ക്കും ഞാൻ എൻ്റെ സങ്കടം ബോധിപ്പിച്ച് എൻ്റെ ദൈവത്തോട് കരയും. ദൈവസന്നിധിയിൽ കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന നിന്നെ ദൈവം കൈവിടുകയില്ല. നീ ഒരാളെ നിന്റെ വീട്ടിൽ പ്രാർത്ഥിക്കാനുള്ളോ? മതി. നീ നിലമ്പാട് വീണ് കരയുമ്പോൾ ഒരു സൈന്യമായി നിന്റെ കുടുംബാംഗങ്ങൾ നിന്നോട് ചേർന്ന് ഈ യെഹെസ്കേലിൽ പറഞ്ഞതുപോലെ ഒരു സൈന്യമായി എഴുന്നേൽക്കുവാനിടയാകും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പോഴും അത് ഇടപെടുകയാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സമാധാനം നമ്മളിൽ വ്യാപരിക്കണമെങ്കിൽ ലോകത്തിന് അടിമയാകാതെ, ലോകസുഖത്തിൻ്റെ നേരെ ഓടിപ്പോകാതെ, നെട്ടോട്ടമോടാതെ ഇതൊക്കെ നിമിഷങ്ങൾക്കകം തീരും. ഈ പ്രവാസകാലം ഭയത്തോടും വിറയിലോടും കഴിച്ചു കൂട്ടുക. നിമിഷങ്ങൾക്കകം നമ്മുടെ ഹല്ലേലൂയ ഈ ലോകസുഖങ്ങളും സന്തോഷങ്ങളും എല്ലാം നഷ്ടപ്പെടും. ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം നീ ഒരു തീരുമാനമെടുക്കുക. മൊബൈല് ഇങ്ങനെ ടച്ച് ചെയ്ത് നീക്കി നിന്റെ സമയം കളയരുത്. ഹല്ലേലൂയ. ഏതെങ്കിലും വേറെ സന്തോഷത്തിനകത്ത് നീ അകപ്പെട്ട്, അതെ, അതിനകത്ത് പെടുമ്പോൾ നീ ഒരു കാര്യം ഓർക്കണം. പിശാച് നിന്നെ വേട്ടയാടി അവൻ നിന്റെ ഇഷ്ടത്തിന് നിന്നെ കൊണ്ടുപോയി അവൻ്റെ ഇഷ്ടത്തിന് നിന്നെ ആക്കിയിട്ട് നിത്യ നരകത്തിൽ കൊണ്ടുപോകാനാണ്. സ്വർഗീയ സന്തോഷവും അനുഭവിക്കത്തില്ല, ഭൂമിയിലെ സന്തോഷവും അനുഭവിക്കത്തില്ല. ഒരു 70-80 വയസ്സാവുമ്പോൾ പറയും, കർത്താവേ ഞാൻ ഇതെല്ലാം ചെയ്തത് വെറുതെ ആയിപ്പോയി, എൻ്റെ സമയമെല്ലാം പാഴായിപ്പോയി. അന്നേരമല്ല നീ ആലോചിക്കേണ്ട, നിന്റെ നല്ല യൗവനത്തിൽ സൃഷ്ടാവുമായി നല്ല ബന്ധം സ്ഥാപിക്കണം. ശലോമോൻ തൻ്റെ ജീവിതത്തിലെ തൻ്റെ ഹല്ലേലൂയ ആ ദൈവാലയം പണിഞ്ഞു കഴിഞ്ഞപ്പോൾ, ദൈവാലയത്തിലെ ഹല്ലേലൂയ പണിയുന്നതിന് മുമ്പ് കർത്താവിനോട് എന്താ ചോദിച്ചത്? നിന്റെ ജ്ഞാനവും വിവേകവും തരാനാ പറഞ്ഞത്. അന്നേരം ഒരു നല്ല ദൈവ പൈതലായിട്ട് ശലോമോൻ ജീവിച്ചു. അപ്പോഴെന്താ സംഭവിച്ചത്? ദൈവത്തിന്റെ ഷെക്കേന ദൈവാലയത്തിലേക്ക് ഇറങ്ങി വന്നു എന്ന് നമ്മൾ വായിക്കുന്നു. എന്നാൽ ഹല്ലേലൂയ ആ ഷെക്കേന എപ്പോഴാ പോയത്? കർത്താവ് പറഞ്ഞു, എൻ്റെ ഭാഷയിൽ ഞാൻ പറയാം, നീ എന്നെ എന്ന് തള്ളിക്കളഞ്ഞ് പോകുന്നോ അന്ന് ഞാനും നിന്നെ വിട്ടുപോകും. അതിൻ്റെ അടയാളമല്ലേ ശലോമോൻ തൻ്റെ സ്വന്തം ഭാര്യയെ വിട്ട് വേറെ അനേക ഭാര്യമാരെ തെരഞ്ഞെടുത്ത്
അവരുടെ ദൈവങ്ങളുമായിട്ട് സന്തോഷിച്ച് ഉല്ലസിച്ച് ജീവിച്ചപ്പോൾ ദൈവത്തിന്റെ ഷെക്കേന ആമേൻ മാറിപ്പോയി. ദൈവാത്മാവോടും വിട്ടുപോയി. അശുദ്ധിയുള്ളിടത്ത് ദൈവത്തിന് വസിക്കുവാൻ കഴിയത്തില്ല. വിശുദ്ധിയുള്ളിടത്തെ ദൈവത്തിന് വസിക്കുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് ദൈവാത്മാവ് ഇടപെട്ടത് കൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്തത് നിങ്ങളോട്. നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ഈ മന്ദിരത്തിനകത്ത് ചിന്തയിലും സംസാരത്തിലും പ്രവൃത്തിയിലും അശുദ്ധി കൊണ്ട് നടന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വസിക്കുവാൻ കഴിയത്തില്ല. പ്രിയ ദൈവ പൈതലേ, ദൈവത്തിന്റെ ഷെക്കേന ഇറങ്ങി വരാതെ ദൈവം പരിശുദ്ധാത്മാവ് അത് ദൈവാലയം വിട്ടുപോയപ്പോൾ ശലോമോന്റെ സ്ഥിതി മാറിപ്പോയി. ഇസ്രായേലിന് അധപ്പതനം സംഭവിച്ചു. ഇസ്രായേലിന് അധപ്പതനം സംഭവിച്ചത് കൊണ്ടല്ലേ അടക്കുവാൻ പോലും കഴിയാതെ അസ്ഥി ഇങ്ങനെ ചിതറിക്കിടക്കുവാൻ ഇടയായത്. നിന്റെ ജീവിതത്തിലെ ഏതെങ്കിലും മേഖലകളിൽ അസ്ഥി ചിതറിക്കിടക്കുന്നത് പോലെ നിന്റെ കൈയും തലയും, അല്ലെങ്കിൽ നിന്റെ തലയെന്ന് പറയുമ്പോൾ നിന്റെ കുടുംബനാഥൻ, ശരീരത്തിന്റെ അവയവങ്ങൾ നിന്റെ സഹോദരങ്ങളാകാം, നിന്റെ തലമുറകളാകാം, നിന്നുമായിട്ട് ബന്ധപ്പെട്ടവരാകാം, അവർ ചിതറി നിന്നെ വിട്ട് മാറി നിൽക്കുന്നെങ്കിൽ നീ ഒരു കാര്യം ചിന്തിക്കുക. നീ ദൈവ പ്രമാണത്തിൽ നിന്ന് പുറമോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുക. കർത്താവേ, ഞാൻ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ, ആരോടെങ്കിലും ഹല്ലേലൂയ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക എന്ന് പറഞ്ഞ കർത്താവിൻ്റെ പ്രമാണത്തിൽ നിന്ന് ഞാൻ എവിടോട്ടെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ, കർത്താവ് എൻ്റെ ശത്രുവായി ഇരിക്കുന്നവൻ്റെ ആമേ സ്തോത്രം, അതേ ഹല്ലേലൂയ ആ വ്യക്തിയല്ല, അവൻ വ്യാപരിക്കുന്ന ആ സ്തോത്രം പൈശാചിക ശക്തിയാണ്. അത് ജഡരക്തങ്ങളോടല്ല നമുക്ക് അതേ സ്തോത്രം കാര്യമുള്ളത്. പിന്നെ നമ്മളെ അതെ അവരെ തകർത്ത് കളയുന്ന, അല്ലെ അവരിലേക്ക് വ്യാപരിച്ച് നമ്മളെ തകർക്കാൻ നോക്കിയ വാഴ്ചകളും അധികാരങ്ങളും അതിൻ്റെതായ ഈ ലോകത്തിൻ്റെ അന്ധകാര ശക്തിയുമാണ് എന്ന് നമ്മൾ ചിന്തിച്ച് ദൈവസന്നിധിയിൽ സമർപ്പണ ഹൃദയത്തോടെ ഇന്ന് രാത്രികാലം ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞത് ആദ്യമേ ഞാൻ പറഞ്ഞു നിങ്ങളോട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സ്ഥിതിക്ക് ഭേദം വരുത്തുമെന്ന്. എന്നാൽ ദൈവം വ്യവസ്ഥയുള്ളവനാണ്. ദൈവം അവസ്ഥയ്ക്കകത്ത് ചെയ്യുന്നവനല്ല, പിന്നെന്താണ്, വ്യവസ്ഥയ്ക്കകത്ത് നിൽക്കുന്നവനാണ് ദൈവം. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ആത്മീക പ്രമാണത്തിൽ നിന്ന് എവിടെയെങ്കിലും അകന്നു മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാനും നിങ്ങളും സമ്പൂർണ്ണമായി ദൈവസന്നിധിയിൽ നിന്ന് സമർപ്പിക്കാം. കർത്താവേ, ഇന്ന് ഒരവസരം കൂടെ തരണമേ. ദൈവമേ, ഈ ചിതറിക്കിടന്ന അസ്ഥിക്കൂമ്പാരത്തിലേക്ക് ദൈവത്തിന്റെ കരുണാധിക്യ പ്രകാരം, ദൈവത്തിന്റെ ദീർഘക്ഷമ കാരണം, ദൈവത്തിന്റെ മഹാദയ കാരണം ചേറ്റിൽ കിടന്ന് ആർക്കും വേണ്ടാത്ത ഞങ്ങളെ ഹല്ലേലൂയ ആ നിത്യരാജ്യത്തിന്റെ അവകാശികളാക്കി തീർത്തുവെങ്കിൽ ആ കർത്താവിന്റെ സെക്കൻഡ് കമ്മിങ്ങിൽ നമുക്ക് എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഹല്ലേലൂയ നമ്മളും ഈ അസ്ഥിക്കൂമ്പാരത്തിൽ കിടന്ന നമ്മളെ, അതെ യഹോവയായ കർത്താവ് എന്താ അരുളി ചെയ്തത്? നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും, ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തുമെന്നല്ല, വരുത്തിയതിനായി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. നിങ്ങളുടെ തീരുമാനത്തിന്റെ മുന്നിൽ ഇന്ന് രാത്രികാലം പ്രിയ മഞ്ജു സിസ്റ്റർ എന്നെ ഈ ദിവസങ്ങളിൽ വിളിക്കും, കർത്താവിന്റെ ദാസി, ഇന്നിടത്ത് ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ടു, ഇന്ന കുഞ്ഞിന്റെ സ്ഥിതിക്ക് ഭേദം വന്നു, അവൾക്കൊരു അതേ സ്തോത്രം. ഞാൻ ഭൗതികമായ മെറ്റീരിയൽ തിങ്സിനെ കുറിച്ച് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നവളല്ല. സ്വർഗീയമായ ആത്മീക അനുഗ്രഹങ്ങൾ അവൾ പ്രാപിച്ചു, അത് പ്രാപിക്കുന്നതിനാണ് പ്രാധാന്യം. എന്നാൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഭൗതിക നന്മയും ആവശ്യമാണ്. ആനയെ വാങ്ങിച്ചാൽ ഒരു തൊടല് തരാതിരിക്കുമോ? മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അതോടുകൂടി 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും. അതുകൊണ്ട് ഇന്ന് രാത്രികാലം വിശ്വാസത്തോടെ നമുക്ക് പറയാം, എൻ്റെ ദൈവം എൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട്. അത് ഹല്ലേലൂയ അത് വെട്ടിയാലും പൊട്ടിക്കിളിക്കും. വേര് ആമേൻ അഴുകിപ്പോയാലും വെള്ളത്തിന്റെ ഗന്ധം ചെല്ലുമ്പോൾ അത് എവിടൊക്കെ നീ തകർക്കപ്പെട്ടോ, എവിടൊക്കെ നിന്നെ വെട്ടിയോ അവിടൊക്കെ ഇന്ന് രാത്രികാലം ഒരു കിളിർപ്പുണ്ടാകാൻ പോവുകയാണ്. എവിടൊക്കെ നിന്നെ നിന്ദിച്ചോ, എവിടൊക്കെ നിന്നെ ശത്രു എന്ന് കണ്ടോ, എവിടൊക്കെ നിന്നെ പരസ്യ കോലമാക്കിയോ, എവിടൊക്കെ നീ എല്ലാ തരത്തിൽ നിന്നയും അപമാനവും പരിഹാസിക്കപ്പെട്ട ആ മേഖലകളുണ്ടോ, അവിടൊക്കെ ഇന്ന് നിനക്ക് ജീവൻ വെക്കാൻ പോവുകയാണ്. ഇന്ന് നീ ഒരു കിളിർപ്പാകാൻ പോവുകയാണ്. ഇന്ന് അവിടെ നിന്നെ കണ്ടിട്ട് അതിശയിക്കുമാറ് ചില ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പോവുകയാണ്.
ആ അഴുകിയ വേരിൻ്റെ മേൽ വെള്ളത്തിൻ്റെ ഗന്ധം ചെന്നതുപോലെ നിന്റെ ലാസ്റ്റ് എല്ലാം തീർന്നു എന്ന് പറഞ്ഞെടുത്ത് ഇന്നൊരു ആമേൻ ഉദയം പ്രഖ്യാപിക്കുന്ന, അസ്തമിച്ച വിഷയത്തിൻ്റെ മേൽ ഉദയം പ്രഖ്യാപിക്കുന്ന രാത്രികാലമാകിയാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇത്രത്തോളം ദൈവവചനം അതെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുവാനും പരിശുദ്ധാത്മാവിൽ എന്നെ നിർത്തുവാൻ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയും അടിയനോടുള്ള ദൈവത്തിൻ്റെ ദീർഘക്ഷമയും കാരണം ഞാൻ നിങ്ങളോട് സംസാരിച്ചതും നിങ്ങളുടെയൊക്കെ അത് ക്രിയ ചെയ്യുമ്പോൾ തന്നെ അത് ക്രിയ ചെയ്ത് എന്നിൽ കൂടി വന്ന് അത് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകുന്ന രാത്രികാലമാകിയാൽ ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. സകലത്തിലും സ്വർഗത്തിലെയും ഭൂമിയിലെയും നന്മകളെ കൊണ്ട് ദൈവം നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. നിങ്ങളുടെ വേദനയിലും ഞാനും ചേർന്ന് നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ സങ്കടങ്ങളിൽ ഞാനും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുന്നു. നിങ്ങളേത് കടന്നു പോകുന്ന വേദന ആയിക്കോട്ടെ, ആ വേദനയിലെല്ലാം നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരമ്മയെ പോലെ, ഒരു അപ്പനെ പോലെ ആ അപ്പൻ്റെ കരുണയും കൃപയും നിങ്ങളോട് എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. സകല നന്മകളാലും ദൈവം നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരു അവസരം തന്ന അതെ ഈ മിനിസ്ട്രിയോടെ ഉള്ള നന്ദിയും അതെ സർവശക്തനായ ദൈവത്തിന് നന്ദിയും പറയുന്നു. പ്രിയ മഞ്ജു കൃഷ്ണനുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.